അതിന് രാവിലെ വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പൊ തന്നെ വേണമെങ്കിൽ വരാം. നിങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി, പ്ലീസ്. ഡാടാ, ഉപാധി നിശ്ചയിക്കുന്നത് നീയല്ല, ഞാനാ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഓട്ടോ നമ്പർ 1286. ആ വണ്ടിയിൽ തന്നെ ആയിരിക്കണം നീ സഞ്ചരിക്കേണ്ടത്. ആ വണ്ടി തന്നെയായിരിക്കും ഞങ്ങളുടെയും ടാർഗറ്റ്. അവനെ ഏൽപ്പിക്കുന്ന സാധനം കൃത്യമായി പറയുന്ന സ്ഥലത്ത് എത്തിച്ചെങ്കിൽ മാത്രം നിനക്ക് വീണ്ടും എൻ്റെ കോളുണ്ടാവും. അല്ലെങ്കിലേ നിനക്ക് നിന്റെ ഭാര്യയെ എന്നേക്കുമായി നഷ്ടപ്പെടും. ഞാൻ ചെയ്തോളാം. അതുവരെ നന്ദിനിക്കൊന്നും സംഭവിക്കരുത്. നിന്റെ ഭാര്യ നല്ല ചങ്കൂറ്റുള്ളവളാ. രക്ഷപ്പെടാനുള്ള സകല ശ്രമങ്ങളും അവള് നടത്തുന്നുണ്ട്. അതുകൂടാതെ നിന്നെക്കുറിച്ചേ അവൾക്ക് വലിയ അഭിപ്രായമോ. അവളുടെ ഭാഷ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും കരുത്തനായ മനുഷ്യൻ നീയാ. രാവിലെ ഓട്ടോ വരുമെന്ന് പറഞ്ഞത്. ബാക്കിയെല്ലാം കൃത്യമല്ലേ? അയാൾ എൻ്റെ അടുത്ത് തരുന്ന പാഴ്സൽ ഞാൻ കൃത്യസമയത്ത് അവിടെ എത്തിച്ചോളാം. ഡാ, ആ പാഴ്സലിന് അത്ര നിസ്സാരമായിട്ട് നീ കാണണ്ട. കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ട് അതിന്. ഇന്ത്യയിലെ നിരോധിക്കപ്പെട്ട മയക്കുമരുന്നുകളാണ് അതില്. അതാണ് നീ കൊണ്ടുപോകുന്നത്. എന്താടാ, ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ചെയ്യാം. എന്ത് റിസ്ക് ഉണ്ടെങ്കിലും ഞാനത് മറികടന്നോളാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ